ആശാ വർക്കർമാരുടെ വിരമിക്കൽ പ്രായം 62 നടപടി സർക്കാർ മരവിപ്പിച്ചു. ഇങ്ങനെ വേണം ഓരോ തീരുമാനങ്ങളും എടുക്കാൻ. കുറെ സ്ത്രീകള് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്നിരുന്ന് സമരം ചെയ്തിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഡിമാൻഡുകൾ ഉന്നയിച്ച് സമരം ചെയ്യുമ്പോൾ അതിലെ ചില കാര്യങ്ങൾ ഇങ്ങനെ അംഗീകരിച്ചു കൊടുത്താൽ ഈ സർക്കാർ എന്തിനായി ഇവിടെ ഇരിക്കുന്നതെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. ലെഫ്റ്റ് റൈറ്റ് വോയിസ്. കഷ്ടപ്പെട്ട് PSC പരീക്ഷയോ മറ്റ് പരീക്ഷകളോ എഴുതി ജോലി തേടുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും വിരമിക്കൽ പ്രായം നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ സർക്കാർ സർവീസിലെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ വിരമിക്കൽ പ്രായം 55 56 ആക്കിയപ്പോൾ ഇവിടെ എന്തൊരു കോലാഹലമായിരുന്നു. സമരം ചെയ്യാൻ യുവജന സംഘടനകൾ, DYFI, SFI, യൂത്ത് കോൺഗ്രസ്, മറ്റേ മറിച്ച് എല്ലാം വന്നല്ലോ. എപ്പോ ആശാവർക്കർമാരുടെ ഈ സമരം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ വിരമിക്കൽ പ്രായം 62 ആക്കിയ നടപടി മരവിപ്പിച്ച് ഇതിനെപ്പറ്റി നമ്മുടെ യുവജന സംഘടനകൾക്ക്, SFIക്കും DYFIക്കും യൂത്ത് കോൺഗ്രസിനും ഒക്കെ എന്താണ് പറയാനുള്ളത്? അപ്പൊ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി PSC പരീക്ഷ എഴുതി ഒരു ജോലി തേടി സർക്കാർ സ്കൂൾ അധ്യാപകനാവട്ടെ, സെക്രട്ടേറിയറ്റ് ജോലിയാവട്ടെ, മറ്റു സർക്കാർ ക്ലറിക്കൽ ജോബ് ആവട്ടെ, KSEB ആവട്ടെ, ഏത് പൊതുമേഖലാ സ്ഥാപനം, സർക്കാർ സ്ഥാപനമാവട്ടെ, കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി 56 അല്ലെ 55 വയസ്സിൽ വിരമിക്കുന്ന നിയമമുള്ള ഈ രാജ്യത്ത്, ഈ കേരളത്തില് ആശാവർക്കർമാർക്ക് ഇതൊന്നും ബാധകമല്ലെങ്കിൽ സർക്കാർ ഒരു കാര്യം ചെയ്യും. ഈ വിരമിക്കൽ മരവിപ്പിച്ചത് ഇവരുടെ വിരമിക്കൽ പ്രായം ഒരു 85-90 വയസ്സ് ആക്കി അങ്ങ് കൊടുക്ക്. കാരണം കേരളത്തിൽ ഇപ്പോൾ ആയുർദൈർഘ്യം സ്ത്രീകൾക്ക് ഒരു 85-90 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും നാള് പോയി പരിചരിക്കാൻ ആശാവർക്കർമാർക്ക് സാധിക്കുമെങ്കിൽ ആ നിയമം ഒന്നുകൂടെ നീട്ടി അങ്ങനെ കൊടുക്ക് സർക്കാർ. അപ്പൊ ഈ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി ജയിച്ച് ജോലി തേടി വരുന്നവര് 56 വയസ്സിലോ 55 വയസ്സിലോ റിട്ടയർ ചെയ്യുമ്പോൾ ഇവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത കാലം വരെ സേവനം ചെയ്യാൻ ആശാവർക്കർമാർക്ക് നിയമം ഉണ്ടാക്കി കൊടുക്കും സർക്കാർ. 90 വയസ്സിൽ 85 വയസ്സിൽ പോയി രോഗിയെ പരിചരിക്കാനും അല്ലെ മരുന്ന് കുറിക്കാനും അല്ലെ മരുന്ന് വിവരം ശേഖരിച്ച് മരുന്ന് കൊടുക്കാനും ഒക്കെ ഈ ആശാവർക്കർമാർ 90 വയസ്സിലും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തീരുമാനിക്കും സർക്കാർ. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ന്യായവാദങ്ങളല്ല അന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടറി തടയിൽ നടക്കുന്ന സമരം, 65 ദിവസം പിന്നിട്ട് കഴിഞ്ഞ സമരം, ഓണറേറി 21,000, പിരിയുമ്പോൾ 5 ലക്ഷം, ഇപ്പൊ വിരമിക്കൽ പ്രായം ഒരു 85-90 വയസ്സാക്കി കൊടുക്ക് സർക്കാർ. നടക്കട്ടെ കാര്യങ്ങൾ. മറ്റുള്ളവർക്കൊന്നും ഇത് ബാധകമല്ലല്ലേ. ഇത് കേന്ദ്രാവിഷ്കൃത കേന്ദ്ര പദ്ധതിയിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും, കേന്ദ്രം ഇൻസെന്റീവ്, സംസ്ഥാന സർക്കാർ ഓണറേറിയം എല്ലാം ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയില്ലേ. സർക്കാർ ഖജനാവിൽ നിന്നല്ലേ കാശ് കൊടുക്കുന്നത്, ആരുടെയും വീട്ടിൽ നിന്നല്ലോ കൊടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു നിയമവും വ്യവസ്ഥിതിയൊക്കെ വേണ്ടേ? ഒരു വിരമിക്കൽ പ്രായം ഇതിന് വേണ്ടേ? മറ്റെല്ലാ ജോലിക്കും ഇത് ബാധകമാണല്ലോ. സർക്കാർ ഖജനാവിൽ നിന്ന് കാശ് കൊടുക്കുന്ന ഏത് ജോലിക്കും വിരമിക്കൽ പ്രായമുണ്ട്. അപ്പൊ അങ്ങനെ തീരുമാനിക്കുക. ഇവരെ കേന്ദ്ര സർക്കാരാണല്ലോ ഇത് കൊണ്ടുവന്ന പദ്ധതി, കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണല്ലോ ആശാവർക്കർമാരുടെ പദ്ധതി. നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴില് സർക്കാർ ഖജനാവിൽ നിന്ന് കാശ് കൊടുക്കുന്നു, കേന്ദ്രവും സംസ്ഥാനവും, കേരളം ഉൾപ്പെടെ. അപ്പൊ നിബന്ധനകൾ അതനുസരിച്ച് വേണ്ടേ? ഈ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി PSCയോ മറ്റോ വരുന്ന ആൾക്കാരെ അവഹേളിക്കുന്ന ഇങ്ങനൊരു തീരുമാനം എങ്ങനെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു? നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലല്ലേ ഇത് വർക്ക് ചെയ്യുന്നത് ആശാവർക്കർമാര്. ഇതിന് വ്യവസ്ഥ വേണ്ടേ? ഒരു വ്യവസ്ഥ വെള്ളിയാഴ്ച ഇതിന് വേണ്ടേ? ആകെ ആഴ്ചയിൽ 5 ദിവസം പണിയെടുക്കുന്നു, മാസത്തിൽ 20-24 ദിവസം പണിയെടുക്കുന്നു. അവർക്ക് 62 വയസ്സിൽ വിരമിക്കുന്നുള്ളത് റദ്ദാക്കി മരവിപ്പിച്ചിരിക്കുന്നു. ഇനി അത് 90-100 വയസ്സാക്കി കൊടുത്തുകൂടെ? എന്നാ പിന്നെ ഒരു അനാവശ്യ സമരത്തിന്റെ ആവശ്യങ്ങളെ ഇങ്ങനെ അംഗീകരിക്കാൻ തുടങ്ങിയാൽ നാളെ അടുത്ത സമരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ വരും, ഇതേപോലെ അനാവശ്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട്. ഇതിനെല്ലാം സർക്കാരിന് താങ്ങാൻ പറ്റുമോ? ആലോചിക്കുക സർക്കാർ. ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഞങ്ങളുടെ നിലപാടുകൾ ഞങ്ങൾ എപ്പോഴും വ്യക്തമായിട്ട് പറയും. അത് ഇടതുപക്ഷ സർക്കാർ ഒരു ശരിയല്ലാത്ത കാര്യം ചെയ്ത് ഞങ്ങൾ വിളിച്ചു പറയും, ഇത് ശരിയല്ല എന്ന് പറയും. ഇപ്പൊ ഈ ചെയ്തിരിക്കുന്നത് ശരിയല്ല. ആശാവർക്കർമാരുടെ കാര്യത്തിൽ 62 വയസ്സായി എടുത്ത തീരുമാനം മരവിപ്പിച്ച നടപടി ഒട്ടും ശരിയായിട്ടില്ല. എന്നാൽ 85-90 വയസ്സ് വരെ അവർക്ക് നീട്ടിക്കൊടുക്കുക. അടുത്ത ഉത്തരവർക്ക് ആരോഗ്യവകുപ്പ് അതല്ലേ ചെയ്യാവുന്നത്. എന്തായാലും ഇത് ഡോക്ടർമാരുടെ ആരോഗ്യവകുപ്പിലെ വിരമിക്കൽ പ്രായം 56 വയസ്സാണ്.
മറ്റ് നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ ഒക്കെ വിരമിക്കുന്നതിന് പ്രായപരിധിയില്ല. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി വരുന്ന ജോലി ചെയ്തു വരുന്നവരല്ലേ അവര്. ഇത് എട്ടാം ക്ലാസ്സും ഗുസ്തിയാണ് ആശാവർക്കർമാരുടെ ക്വാളിഫിക്കേഷൻ. 8ാം ക്ലാസ്സും ഗുസ്തി കഴിഞ്ഞിട്ട് വന്നിട്ട് പഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് മെമ്പർമാരും മറ്റുള്ളവരും പറയുന്നവരെ കേട്ടിട്ട് കുറെ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് കയറി വന്ന ഈ പറയുന്ന 26,125 പേര്. ഇവരേത് മാനദണ്ഡത്തിൽ വന്നു? ഇവർ PSC വഴി വന്നോ, അല്ലെ ഒരു സംവിധാനം വഴി വന്നോ? ഓരോ പഞ്ചായത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അപ്പോൾ ഇഷ്ടക്കാരെ ചേർത്തുണ്ടാക്കിയ ലിസ്റ്റല്ലേ ഈ 26,125. ഇവർക്കിനി എന്ത് ആനുകൂല്യം ഇങ്ങനെ കൊടുക്കാമെന്ന് ഒരു സർക്കാർ തീരുമാനിച്ചാൽ ഇപ്പം കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി വരുന്നവരുടെ ഭാവി എന്താണ്? അവരുടെ ചിന്താഗതി എന്താവും? അവർ ഈ സർക്കാരിനെ സ്നേഹിക്കുമോ? അവർ ഈ പൊതുസമൂഹത്തെ സ്നേഹിക്കുമോ? ഈ തെറ്റായ തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്നാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസിന് പറയാനുള്ളത്.